നമസ്കാരം. മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യമാധവനും. കാവ്യയെയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ലാൽ ജോസ് ആയിരുന്നു ഇവരെ ആദ്യമായി ഒന്നിപ്പിച്ചത്. 9ാം ക്ലാസ്സുകാരിയായിരുന്ന കാവ്യ ആദ്യമായി നായികയായതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. ആദ്യ സിനിമ തന്നെ ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങളാണ് കാവ്യയ്ക്ക് ലഭിച്ചത്. ദിലീപുമായും സ്ക്രീൻ കെമിസ്ട്രി കരിയറിൽ അത്രയും ഗുണകരമായി മാറുകയായിരുന്നു. ഇവരുടെ ഡേറ്റിനായി സംവിധായകർ ക്യൂ നിന്നൊരു കാലമുണ്ടായിരുന്നു. സിനിമയ്ക്ക് പുറമെ സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു ഇരുവരും. മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ സമയം മുതൽ കാവ്യയും ദിലീപും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. ഇവരുടെ ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. എന്നാൽ മഞ്ജുവോ ദിലീപോ വേർപിരിയലിന് കാരണം പരസ്യമാക്കിയിരുന്നില്ല. ഗോസിപ്പുകൾ പിന്നീട് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. 2015 നവംബർ 16-നായിരുന്നു ഇവരുടെ വിവാഹം. എന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നുവെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മീനാക്ഷിയാണ് വീണ്ടും ഒരു വിവാഹത്തിനായി തന്നെ നിർബന്ധിച്ചതെന്നും ദിലീപ് പറഞ്ഞിരുന്നു. 2019 ഒക്ടോബർ 19-നായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത്. മാമാട്ടി എന്ന മഹാലക്ഷ്മി ആരാധകർക്കും പരിചിതയാണ്. മകളുടെ വിശേഷങ്ങളും ദിലീപ് പങ്കുവയ്ക്കാറുണ്ട്. അഭിമുഖങ്ങളിലെല്ലാം മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ബബബ റിലീസിനു ശേഷമുള്ള അഭിമുഖത്തിലും ദിലീപ് കാവ്യയെക്കുറിച്ചും മഹാലക്ഷ്മിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ ആവാറുണ്ട്. പൊതുവെ ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല എനിക്ക്. കാവ്യയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ലഞ്ചിന് എന്താ വേണ്ടത്, ഡിന്നറിന് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. തിരിച്ചു കടിക്കാത്ത എന്ത് ഭക്ഷണവും കഴിക്കുന്ന ആളാണ് ഞാനെന്നും ദിലീപ് പറയുന്നു. മഹാലക്ഷ്മി വെജ് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. ചോറും തൈരിന്റെ ആളാണ്. ജങ്ക് ഫുഡിൽ താല്പര്യമുണ്ട്. മീനാക്ഷി എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്. ഓസ്ട്രേലിയയിൽ വെക്കേഷന് പോയിരിക്കുന്നതിനാൽ ബബബ കണ്ടിട്ടില്ല മഹാലക്ഷ്മി. സിനിമയുടെ ടീസർ കണ്ടിട്ട് അച്ഛ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നു. അന്ന് അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളിൽ നിന്നാണ് ആദ്യ കമന്റ് കിട്ടാറുള്ളത്. നമ്മൾ വേറെ ഹീറോയിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പുള്ളിക്കാരി കാവ്യയ്ക്ക് ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുക്കും. അച്ഛന് അമ്മയോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാർ വന്നാൽ കാവ്യയും ഞാനുമായി സിനിമ സംഭവിക്കുമെന്നായിരുന്നു കാവ്യയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിച്ചത്. വിവാഹശേഷമായി കുടുംബകാര്യങ്ങളുമായി ഒതുങ്ങുകയായിരുന്നു കാവ്യ. ഇപ്പോഴും അവസരങ്ങൾ വരുന്നുണ്ട്. അഭിനയിക്കുന്നതിനെ കുറിച്ച് കാവ്യയാണ് സംസാരിക്കേണ്ടത്. ഞാനായിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നുമില്ല. ശാന്തമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹത്തിന് പുറത്താണ് ഓരോന്ന് ചെയ്യുന്നത്. മക്കൾ നന്നായി നോക്കണം, മക്കളുടെ മക്കൾ നന്നായി നോക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ലക്കാണ്. ചില സ്ഥലത്ത് ചില ഫാമിലീസിൽ മാത്രം കിട്ടുന്ന ഭാഗ്യമാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം മലയാള സിനിമയുടെ ജനപ്രിയ നായകനാണ് ദിലീപ്. അഭിനയവും നിർമ്മാണവും ഒക്കെയായി സജീവമാണ് അദ്ദേഹം ഇപ്പോഴും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പേര് ചേർത്തതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തുടക്കം മുതലേ ദിലീപ് പറഞ്ഞിരുന്നു. 8.5 വർഷത്തിനു ശേഷമായി കേസിലെ വിധി വന്നപ്പോൾ ദിലീപ് കുറ്റമുക്തനായിരുന്നു. ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞപ്പോൾ മുതലാണ് എന്റെ നേർക്ക് ചോദ്യങ്ങൾ വന്നത്. എന്റെ കരിയറും ജീവിതവും തകർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതുവരെ നടന്നത് എന്നുമായിരുന്നു വിധിക്ക് ശേഷം ദിലീപ് പ്രതികരിച്ചത്. എനിക്കും ഒരു മകളുള്ളതല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ദിലീപ് അന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു അടുപ്പമുള്ളവരെല്ലാം പറഞ്ഞത്. കേസിലെ വിധി വന്നതിന് പിന്നാലെയായിരുന്നു പുതിയ സിനിമയായ ബബബ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മോഹൻലാലിനൊപ്പമുള്ള വരവ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ലാത്ത ചിത്രമാണെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഫുൾ മാഡ്നസ് എന്ന് പറഞ്ഞത് അനർത്ഥമാക്കിയ ചിത്രമായിരുന്നു ഇത്. ബോറടിയില്ലാതെ കണ്ടിരിക്കാവുന്ന ചിത്രം എന്നായിരുന്നു കുടുംബ പ്രേക്ഷകരും വിലയിരുത്തിയത്. ഇത്തവണത്തെ ക്രിസ്മസ് തന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണെന്ന് ദിലീപ് പറയുന്നു. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ ഞാൻ അഭിനയിച്ചിട്ടുള്ള ബബബ റിലീസ് ചെയ്തിരിക്കുകയാണ്. വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന ഈ ചിത്രത്തിൽ ഞാൻ മാത്രമല്ല, ലാലേട്ടനും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു താരനിര തന്നെയുണ്ട്. കുട്ടികളെയും കൂട്ടി കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ വരിക, നമുക്ക് ആഘോഷിക്കാമെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞത്. ചിത്രം അടിപൊളിയെന്ന് ചിലർ പ്രതികരിച്ചപ്പോൾ കഥ നോക്കി സിനിമ തെരഞ്ഞെടുത്തൂടെ എന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യം. ഇതാദ്യമായാണ് ഇത്രയും സന്തോഷത്തോടെ ദിലീപ് സംസാരിക്കുന്നത് കാണുന്നതെന്നുള്ള കമന്റുകളും വീഡിയോയുടെ താഴെയുണ്ടായിരുന്നു. അതേസമയം ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബബബയിലെ പല രംഗങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. റേപ്പ് ജോക്കുകളും ഡബിൾ മീനിങ് തമാശകളും ഒക്കെ ആഘോഷിക്കുകയാണ് സിനിമ എന്ന തരത്തിലാണ് വിമർശിക്കപ്പെട്ടത്. ഇത്തരം വിവാദങ്ങൾക്ക് ദിലീപ് മറുപടി നൽകുകയും ചെയ്തു. എന്റെ ഫ്രീഡത്തിന് ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇവർ കൺസീവ് ചെയ്ത സിനിമയാണ്.
കഥാപാത്രത്തിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ലാലേട്ടൻ ഒരു ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ പറയുന്നത് ചെയ്യും. ഓരോ സിനിമയും പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളാണെങ്കിലും ചോദിക്കും. പക്ഷേ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ സിനിമയിലേക്കാണ് പോയത്. വിനീതും ധ്യാനുമൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. കാരണം ഇതൊരു സ്പൂഫാണ്. ഈ സിനിമ ഉണ്ടാക്കിയപ്പോൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരി തേക്കാനോ ഒരു കാര്യങ്ങൾക്കും ഇവർ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി. പണ്ടൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രൊജക്ട് റൂമിൽ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്നൊരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണ്. അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം. എന്നാലേ ട്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. മനഃപൂർവ്വം ആരും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ഞാൻ ലാലേട്ടനെ മിമിക്രിയിൽ അനുകരിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടന്റെയും ഉർവശി ചേച്ചിയുടെയും മുമ്പിലാണ്. യാദൃശികമായിട്ടാണ് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. പിന്നെയാണ് 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒക്കെ വന്നത്. എല്ലാത്തിലും അനിയന്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ വന്നത്. ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ നാച്ചുറലി ഒരു കെമിസ്ട്രി വർക്കാവും. എന്റെ സീനിയേഴ്സാണ് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ എന്നിവരെല്ലാം. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവരോടൊന്നും ഈ ഈഗോ ഇല്ലാത്ത ആളാണ് ഞാൻ. എന്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ എന്താണെന്ന് പോലും ചോദിക്കാതെയാണ് അഭിനയിക്കാറുള്ളത്. ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമകളിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. ബബബ എന്ന സിനിമയിലൂടെ യുവാക്കളുടെ വലിയ പിന്തുണ ലഭിച്ചു. ഈ സ്പൂഫ് ചെയ്യുമ്പോൾ ബാക്ക് ഫയർ ചെയ്യുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്.